നമുക്ക് ഇന്നൊരു പയറിൻ്റെ റെസിപ്പി നോക്കാം. പയർ ഉപ്പേരി എങ്ങനെ പെട്ടെന്ന് വെക്കാം എന്നുള്ള റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാടത്തുനിന്ന് കുറച്ച് പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കാം. മരുന്നൊന്നും അടിക്കാതെ നല്ല പയറായതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നമുക്ക് പയറുപ്പേരി വെക്കാം. നമുക്ക് പയറുപ്പേരി രണ്ട് വിധത്തിൽ വെക്കുന്നുണ്ട്. കാരണം ആദ്യം വറവിട്ടിട്ട് പിന്നെ അങ്ങനെ വേവിക്കുന്ന രീതിയുണ്ട്. നമ്മൾ അങ്ങനെയല്ല കേട്ടോ വെക്കുന്നത്. നമ്മൾ എന്താ പറയുക, പയർ ആദ്യം വേവിച്ചിട്ട് പിന്നെയാണ് നമ്മളത് മൂപ്പിച്ചിട്ട് എടുക്കണത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചും അതുപോലെ തന്നെ പയറിനനുസരിച്ചും നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. എന്നിട്ട് നമുക്കതിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ കുറച്ച് അധികം സമയമൊന്നും വേണ്ട പയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം നല്ലോണം വറ്റിയിട്ട് അങ്ങനെ വേണം കിട്ടാൻ. വെന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റിയെടുത്ത് അത്യാവശ്യം നമ്മൾ പയറിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി നന്നായിട്ട് അത് തിളച്ച് വരുന്നുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം വേവിച്ചിട്ടെടുക്കാം. അതായത് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളിനിയിപ്പോൾ ഈ പയറിനാണെങ്കിലും തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് അത്യാവശ്യത്തിന് 2 3 ഒക്കെ എടുത്തിട്ട് നമുക്ക് പയറിനനുസരിച്ചിട്ടുള്ള ഉള്ളി എടുത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. അത് ഒരു ടേസ്റ്റിനും കൂടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് ഇങ്ങനെ കളറ് മാറണം, ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. എന്നാൽ നമുക്ക് കറിവേപ്പില അങ്ങോട്ട് കരിഞ്ഞ് കിട്ടാനും പാടില്ല. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കും. പിന്നെന്താ വെച്ചാൽ കുറച്ച് നേരം കൂടെ നമ്മളിത് ഒന്ന് ഈ ഒരു എണ്ണയായിട്ടും പിന്നെ ഉള്ളിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ ഫ്ലേവർ ഇതിലേക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം കൂടെ നമ്മൾ ഇത് അടച്ചു വെച്ച് വേവിക്കും. പിന്നെ വെച്ചാൽ നമ്മൾ ഉപ്പിനനുസരിച്ച് ഇപ്പൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ കുറച്ച് ചേർത്തിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഇതാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇപ്പോൾ പയർ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതുണ്ട്, അല്ലാതെ നമ്മൾ വേവിച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാണ്ടേ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള രീതിയാണ്.